24 റൗണ്ട് ഓഫ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ബീഹാറിൽ NDA സീറ്റ് ധാരണയായി. BJPയും JDUവും 101 സീറ്റുകളിൽ മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 29 സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, BJPയും JDUവും 101 സീറ്റുകളിൽ മത്സരിക്കുന്നു. ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് 29 സീറ്റ്. മറ്റ് ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനമാണ് ഉണ്ടാകുന്നത്? പൂർണ്ണമായി ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്ന നിലയിലേക്ക് സീറ്റ് വിഭജനം എത്തുന്നുണ്ടോ ബൽറാം? റിജിത്ത്, നിലവിൽ ഇപ്പോൾ സീറ്റ് ധാരണ സംബന്ധിച്ചുള്ള വിവരങ്ങൾ BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കളാണ് ഔദ്യോഗികമായി തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പുറത്തുവിട്ട ധാരണയനുസരിച്ച് BJPയും JDUവും തുല്യ സീറ്റുകളിലായിരിക്കും ഇത്തവണ മത്സരിക്കുക. BJPയും JDUവും 101 സീറ്റുകളിൽ വീതം മത്സരിക്കും. ഒപ്പം തന്നെ ചിരാഗ് പാസ്വാന്റെ LJP രാംവിലാസിന് 29 സീറ്റുകളാണ് നൽകാൻ ധാരണയായിരിക്കുന്നത്. അതേസമയം നിരാശപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് രണ്ട് ചെറിയ പാർട്ടികൾ, സഖ്യകക്ഷികളായ HAMനെയും RLMനെയുമാണ്. HAM ജതൻ റാം മാഞ്ചി 15 സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് 6 സീറ്റുകൾ മാത്രമാണ് NDA സഖ്യത്തിന്റെ ഭാഗമായി വകയിരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉപേന്ദ്ര കുശ്വാഹയുടെ RLMന് 6 സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. 12 സീറ്റുകൾക്കുള്ള അവകാശവാദമായിരുന്നു ഉപേന്ദ്ര കുശ്വാഹ ഉന്നയിച്ചിരുന്നത്. അതിൽ HAM അവസാന ഘട്ടം വരെ 15 സീറ്റുകൾ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്തായാലും ഈ ഔദ്യോഗികമായി BJP നേതാക്കൾ ഈ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ HAMന്റെ പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതേസമയം ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ചിരാഗ് പാസ്വാൻ. ഇനി പോരാട്ടത്തിന്റെ സമയമായി, പോരാട്ടത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും NDA കുടുംബത്തിനകത്ത് പൂർത്തിയായിരിക്കുന്നു എന്നാണ് ചിരാഗ് പാസ്വാന്റെ പ്രതികരണം. ബീഹാറിൽ വീണ്ടും NDA സർക്കാർ അധികാരത്തിൽ എത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. ദീർഘമായ ചർച്ചകളാണ് ഈ NDAയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ഈ സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ പട്നയിലും ഡൽഹിയിലുമായി നടത്തിയത്. ഒടുവിൽ ഡൽഹിയിൽ നടത്തിയ ചർച്ചകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയത്. സഖ്യകക്ഷികൾക്ക് കേന്ദ്രമന്ത്രിസഭയിലും ഒപ്പം തന്നെ ബീഹാർ സർക്കാർ രൂപീകരിക്കുമ്പോൾ ആ ഘട്ടത്തിലും ഉചിതമായ പദവികൾ നൽകാം എന്നുള്ള ഒരു വാഗ്ദാനം BJP മുന്നോട്ട് വെച്ചതായാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കോർ ഗ്രൂപ്പ് യോഗം BJPയുടെ ഇന്ന് JP നദ്ദയുടെ വസതിയിൽ ചേർന്നിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി അടക്കമുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ദേശീയ ആസ്ഥാനത്ത് ചേരും. ഈ യോഗത്തിന് ശേഷം പ്രഖ്യാപനം. ജതൻ റാം മാഞ്ചിയുടെ പാർട്ടിക്കും ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിക്കും 6 സീറ്റുകളാണ് NDAയിൽ മത്സരിക്കാൻ കിട്ടുന്നത്. JDUവും BJPയും 101 സീറ്റുകളിൽ മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 29 സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. പാലക്കാട് കൊടുമ്പിൽ ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. കൊടുമ്പ് പഞ്ചായത്തിലെ 62കാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷംന, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? എവിടെയാണ് ചികിത്സയിലുള്ളത് ഷംന? റിജിത്ത്, കഴിഞ്ഞ 5-ാം തീയതിയായിരുന്നു കൊടുമ്പ് സ്വദേശിയായ 62കാരന് ശാരീരിക അസ്വസ്ഥതകൾ മൂലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തുന്നത്. പിന്നീട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്കും പിന്നാലെ ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. 6-ാം തീയതി നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ ഉള്ളതായി കണ്ടത്. ഇതോടുകൂടി സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 8-ാം തീയതിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ രോഗിയുള്ളത്. എന്തായാലും ഇതോടുകൂടി പാലക്കാട് ജില്ലയിൽ 3 പേർക്കാണ് ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. ഈ 62കാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. റിജിത്ത്, ശരി. ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ആരംഭിച്ച് പ്രത്യേക അന്വേഷണ സംഘം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലും സന്നിധാനത്തും പ്രത്യേക സംഘം പരിശോധന നടത്തി. സ്പോൺസർമാരിലേക്ക് അന്വേഷണം നീളും. 2019 വാതിൽപ്പാളികളിൽ സ്വർണം പൂശിയ ഗോവർദ്ധന്റെ വിവരങ്ങൾ SIT തേടും. ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് വിവാദ സ്വർണ്ണപ്പാളി പരിശോധിച്ചു. നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്മാർട്ട് ക്രിയേഷൻ പ്രതിനിധി സന്നിധാനത്ത് പരിശോധനയ്ക്ക് എത്തി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് SIT അന്വേഷണം ആരംഭിച്ചത്. ഇന്ന് രാവിലെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ആസ്ഥാനത്ത് പ്രത്യേക സംഘം പരിശോധന നടത്തി. എന്നാൽ പരിശോധന നടത്തിയിട്ടില്ലെന്ന് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി വ്യക്തമാക്കി.
സന്നിധാനത്തെത്തിയ SITക്ക് ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത രേഖകൾ ദേവസ്വം ഉദ്യോഗസ്ഥർ കൈമാറി. കൂടുതൽ സ്പോൺസർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 2019-ൽ വാതിൽപ്പാളികൾ സ്വർണം പൂശിയത് സ്പോൺസർ ചെയ്ത ഗോവർദ്ധനിൽ നിന്ന് സംഘം വിവരങ്ങൾ തേടും. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഗോവർദ്ധന്റെ പേരുള്ള സാഹചര്യത്തിലാണ് നടപടി. വാതിൽപ്പാളികളിൽ സ്വർണം പൂശാൻ 512 ഗ്രാം ഗോവർദ്ധൻ നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴി. വാതിലിൽ 321.6 ഗ്രാമും കട്ടിളപ്പടയിൽ 184 ഗ്രാമും സ്വർണം പൂശിയെന്നാണ് രേഖ. മുഴുവൻ സ്വർണവും സ്പോൺസർ നൽകിയെങ്കിൽ പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം അപഹരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള നിഗമനം. ഈ സാഹചര്യത്തിൽ ഗോവർദ്ധനെ ചോദ്യം ചെയ്യേണ്ടത് പ്രധാനമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അധികം വൈകാതെ സന്നിധാനത്തെത്തി ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക പാളികൾ പരിശോധിക്കാനും ആലോചനയുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ പമ്പ സ്റ്റേഷനിൽ ലഭിച്ച 5 പരാതികൾ പ്രത്യേക സംഘത്തിന് കൈമാറി. ക്രൈംബ്രാഞ്ച് കേസെടുത്ത സാഹചര്യത്തിലാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ളവരെ അന്വേഷണ സംഘം ഉടൻ അറസ്റ്റ് ചെയ്തേക്കില്ല. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലെ ധാരണ. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം ക്യാമ്പ് ഓഫീസ് ആരംഭിക്കും. അതേസമയം സന്നിധാനത്ത് ജസ്റ്റിസ് KT ശങ്കരൻ വിവാദ സ്വർണ്ണപ്പാളി പരിശോധന നടത്തി. സ്മാർട്ട് ക്രിയേഷൻ പ്രതിനിധിയായി അഭിഭാഷകൻ പരിശോധനയുടെ ഭാഗമായതായാണ് വിവരം. 24 പത്തനംതിട്ട. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ മലക്കം മറിഞ്ഞ കോഴിക്കോട് റൂറൽ SP KE ബൈജു സേനയിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും അതാരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണെന്നും KE ബൈജു പറഞ്ഞു. ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് DCCയുടെ തീരുമാനം. പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടന്നിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ MPയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചെന്നുമാണ് കോഴിക്കോട് റൂറൽ SP KE ബൈജു വ്യക്തമാക്കുന്നത്. ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു, അതാരാണെന്നതിന്റെ അന്വേഷണം തുടരുകയാണെന്നും SP. കമാൻഡ് ചെയ്യും, വിസിലടിക്കും, അടിച്ചോടിക്കും. അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നൽകിക്കൊണ്ടിരിക്കുക. പോലീസിന്റേത് സ്വാഭാവിക നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി LDF പ്രതിരോധം സൃഷ്ടിക്കുമ്പോഴാണ് SPയുടെ പ്രതികരണം. നടപടി സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ. ഇതിന് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ സമരവുമായി UDF മുന്നോട്ട് പോകും. MPയാണ് പ്രശ്നം സൃഷ്ടിച്ചതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. പേരാമ്പ്രയിൽ ഈ മാസം 14-ന് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. പരിക്കേറ്റ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ MP ശസ്ത്രക്രിയയ്ക്ക് ശേഷം നിരീക്ഷണത്തിൽ തുടരുകയാണ്. 24 കോഴിക്കോട്. ബംഗാളിൽ MBBS വിദ്യാർത്ഥി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വിവാദ പരാമർശവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. രാത്രി 12:30 വിദ്യാർത്ഥിനി എങ്ങനെ പുറത്തിറങ്ങിയെന്ന മമതാ ബാനർജിയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. പെൺകുട്ടിയെ കാണാനെത്തിയ BJP നേതാക്കളെ തടഞ്ഞതിൽ ദുർഗാപൂർ ആശുപത്രിക്ക് മുന്നിൽ സംഘർഷമുണ്ടായി. ദുർഗാപൂരിൽ MBBS വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ 23 വയസ്സുള്ള വിദ്യാർത്ഥിനി രാത്രി എങ്ങനെ ക്യാമ്പസിന് പുറത്തിറങ്ങിയെന്നാണ് വനിതാ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉന്നയിക്കുന്ന ചോദ്യം. Especially the girl child at night time, they should not be allowed to come out in the outside. They have to protect themselves also. There is a forest area. വിദ്യാർത്ഥിനി ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. ആരുടെ ഉത്തരവാദിത്തമാണിതെന്നും സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്നും മമതാ ബാനർജി പറഞ്ഞു. പരാമർശത്തോട് ബംഗാളിലുള്ളത് താലിബാൻ സർക്കാരാണെന്ന് BJP MP അഗ്നിമിത്ര പോൾ പ്രതികരിച്ചു. Doctors who are doing night duty in hospital, they shouldn't go out. You think nurses who are giving us, service, they shouldn't go out. You think people of the service industry, they shouldn't go out. This kind of Talibani mentality is shameful. Fortunate that we have Taliban government in Afghanistan and we have Mamata Banerjee's government in West Bengal. പെൺകുട്ടിയെ കാണാനെത്തിയ ലോക്കറ്റ് ചാറ്റർജി അടക്കമുള്ള BJP നേതാക്കളെ തടഞ്ഞതിനെ തുടർന്ന് ദുർഗാപൂർ ആശുപത്രിക്ക് മുന്നിൽ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് അറിയിച്ചു. 24 ഡൽഹി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാരക്കുണം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചു. ആറാലമ്മൂട് സ്വദേശി കുമാരിയാണ് മരിച്ചത്. ചികിത്സാ പിഴവാണ് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. മൂത്രത്തിൽ കല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആറാലമുട് സ്വദേശി കുമാരിയെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയ്ക്ക് വിധേയായി.
ഇന്നലെ രാത്രിയോടെയാണ് കുമാരിയുടെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നത്. മരുന്ന് മാറി നൽകിയതാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആദ്യം കയറി കണ്ടപ്പം മാസ്ക് ഉണ്ടായിരുന്നു, പിന്നെ പോയി നോക്കിയപ്പം മൂക്കിൽ മാസ്ക് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഡൗട്ട് തോന്നി. ആൻറ്റി ചോദിച്ച് ആള് മരിച്ചോ എന്ന് ചോദിച്ചപ്പോണ് ആള് മരിച്ചു എന്ന് പറയണ. അതിനു മുമ്പേ സീരിയസ് ആയതുകൊണ്ട് ആൻറ്റി കേട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടോ എന്ന് കേട്ടു. അപ്പോൾ അവർ സംഭവം പറയണ കൊണ്ടുപോയാലും പറ്റൂല, ആള് മരിച്ചു. സർജറി കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. 2 മണിക്കൂറായിട്ടും ചോദിച്ചിട്ട് അവർ ഈ ആള് മരിച്ചുപോയെന്നോ ആ പറയേണ്ട മര്യാദ പോലും അവർക്കില്ല. മരണവിവരം ആശുപത്രി അധികൃതർ അറിയിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. എന്നാൽ ശസ്ത്രക്രിയക്കിടെയുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. രോഗിക്ക് BP-യിൽ വ്യത്യാസം വന്നതിനാൽ ശസ്ത്രക്രിയ പകുതിയിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നുവെന്നും ഡോക്ടേഴ്സ് അറിയിച്ചു. കുമാരിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ വെള്ളറട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 തിരുവനന്തപുരം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം തയ്യാറാക്കിയതിലെ ക്രമക്കേട് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസ് സ്ഥലത്തെത്തി. സാമ്പിളുകൾ ശേഖരിച്ച സംഘം പരാതിക്കാരുടെ മൊഴിയെടുത്തു. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പകരം SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിനെത്തിയതിൽ BJPയും വിവിധ ഹൈന്ദവ സംഘടനകളും പ്രതിഷേധിച്ചു. ദേവസ്വം വിജിലൻസ് SI രാകേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിനെത്തിയത്. ഗുരുതര വിഷയമായിട്ട് പോലും അന്വേഷിക്കാൻ ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ എത്താത്തതിൽ BJPയും ഹൈന്ദവ സംഘടനകളും പ്രതിഷേധിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചു SP അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഉന്നത അധികാരികളായിരിക്കും എത്തുമെന്നാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. വന്നിട്ടുള്ള ഒരു SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ വന്ന് തുറന്ന് നോക്കി എന്തൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടങ്ങ് പോവും. സീൽ ചെയ്തേക്കുന്ന സ്ഥാപനമാണ്, കെട്ടിടമാണ്. അതിന് സീൽ ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് അതിനുള്ള അവകാശം, ദേവസ്വം ബോർഡ് അതിനുള്ള അവകാശമില്ല. അപ്പോൾ ഇത് തികച്ചും ഇവിടുത്തെ കുറ്റക്കാരെ, ഇവിടുത്തെ അടക്കമുള്ള കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ്. പ്രസാദം തയ്യാറാക്കിയ വാടക വീട്ടിൽ പരിശോധന നടത്തിയ ശേഷം തൊണ്ടി മുതൽ മറ്റൊരിടത്തേക്ക് മാറ്റുമെന്ന വിജിലൻസ് വ്യക്തമാക്കിയതോടെ പ്രതിഷേധം ശക്തമായി. ഒടുവിൽ കൊട്ടാരക്കര CIയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ പരാതിക്കാരുടെയും ദേവസ്വം അധികൃതരുടെയും മാധ്യമങ്ങളുടെയും സാന്നിധ്യത്തിൽ പരിശോധന നടത്താനും തൊണ്ടി മുതൽ സീൽ ചെയ്ത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള സ്ഥലത്തേക്ക് മാറ്റാനും തീരുമാനമായി. ഇതിനിടെ വിജിലൻസ് നടപടികൾ ചോർത്താനെത്തിയ ആളെന്നാരോപിച്ച ഒരാളെ പ്രതിഷേധക്കാർ ആട്ടിയോടിച്ചു. പ്രസാദം തയ്യാറാക്കിയ വാടക വീട്ടിലും ക്ഷേത്രത്തിന് സമീപത്തെ കെട്ടിടത്തിലും വിജിലൻസ് പരിശോധന നടത്തി. കരിപ്രസാദത്തിന്റെ സാമ്പിളുകളും ശേഖരിച്ചു. സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷമാകും വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ റിപ്പോർട്ടിന്മേലാകും തുടർ നടപടികൾ. 24 കൊട്ടാരക്കര. മധ്യതെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഈ മാസം 16 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എന്നാൽ വടക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കില്ല. എറണാകുളം വടക്കൻ പറവൂരിൽ 3.5 വയസ്സുകാരിക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം. കുട്ടിയുടെ ചെവി തെരുവ് നായ കടിച്ചു. നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് സംശയമുണ്ട്. ശ്രീലക്ഷ്മി B കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീലക്ഷ്മി, വിവരങ്ങൾ എന്താ? 4 മണിയോടെയാണ് കുട്ടിയുടെ ചെവിയിൽ തെരുവുനായ കടിക്കുന്നത്. കുട്ടി ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കുട്ടിയുടെ സ്ഥിതി ഇപ്പോൾ കുറച്ച് ഗുരുതരമായതിനാൽ പറവൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സയ്ക്കായിട്ടാണ് ഇപ്പോൾ പറവൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. നായ ചത്തെന്നാണ് അറിയാൻ കഴിയുന്നത്. നായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. നായയെ നാളെ തന്നെ മണ്ണുത്തിയിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്യും. കുട്ടി മറ്റു കുട്ടികളോടൊപ്പം വീടിനടുത്ത് തന്നെ കളിക്കാൻ പോവുകയായിരുന്നു. ആ സമയത്താണ് കുട്ടിയെ തെരുവുനായ ആക്രമിക്കുന്നത്. തൊട്ടടുത്ത് ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ കുട്ടിയെ തെരുവുനായ കടിക്കുന്നത് കാണുകയും തുടർന്ന് അവരാണ് കുട്ടിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. 3.5 വയസ്സുള്ള കുട്ടിക്കാണ് ഇപ്പോൾ തെരുവുനായ കടിയേറ്റിയിരിക്കുന്നത്. ശ്രീലക്ഷ്മി V പിള്ള കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.